എല്ലാവർക്കും നമസ്കാരം. ആദിശങ്കര ഇന്റർനാഷണൽ ഫൗണ്ടേഷന്റെ ആഭിമുഖ്യത്തിലുള്ള അഹം ബ്രഹ്മാസ്മി എന്ന പഠന പരിപാടി മൂന്നാമത്തെ സെഷനിലെ 6ാമത്തെ ക്ലാസ് ഇവിടെ ആരംഭിക്കുകയാണ്. ഈ പഠന പരിപാടിയിൽ പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും കൃത്യമായ സ്വാഗതം. നമുക്കറിയാം, ശ്രീ ശങ്കരാചാര്യ വിരചിത സൗന്ദര്യ ലഹരിയിൽ തുടങ്ങി ഭഗവത്ഗീതയും കഴിഞ്ഞ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് ഭജഗോവിന്ദവും കഴിഞ്ഞ് കുറച്ച് അക്ഷരങ്ങളുടെ വ്യത്യാസം ഭഗവത്ഗീതയിലേക്ക് കടന്നിരിക്കുകയാണ്. ഈ ക്ലാസ് നമ്മളെ സംബന്ധിച്ച് വളരെ നല്ല അനുഭവം നൽകുന്നതും മനസ്സിന് ഏറെ സന്തോഷവും ഈശ്വര ചൈതന്യവും നൽകുന്നതാണ്. അതിന് നമ്മുടെ ബഹുമാന്യനായ ഗുരുദാസൻ ജയകൃഷ്ണൻജിയോട് സാദരം പ്രണാമം അർപ്പിക്കുകയാണ്. നമുക്ക് ഇന്ന് ഈ ക്ലാസ്സിലേക്ക് കിടക്കുന്നതിന് മുമ്പ് പ്രാർത്ഥനയ്ക്കായി നമ്മുടെ പ്രിയപ്പെട്ട സരസ്വതി ഓപ്പോളെ സ്വാഗതിക്കുക. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. വക്രതുണ്ഡ മഹാകായ കോടി സൂര്യ സമപ്രഭ നിർവിഘ്നം കുരു മേ ദേവാ സർവകാര്യേഷു സർവദാ. അജ്ഞാനാന്തർ ഗഹനപതിതാൻ ആത്മവിദ്യോപദേശൈഹി ത്രാതും ലോകാൻ ഭവതവശികാ താപപാപാസ്യമാനാൻ മുക്ത്വാ മൗനം വടവിടവിനോ മൂലദോ നിഷ്പദന്തി ശംഭോ മൂർത്തി ചരതി ഭുവനേ ശങ്കരാചാര്യ രൂപാ. സദാശിവസമാരംഭാം ശങ്കരാചാര്യ മധ്യമാം അസ്മദാചാര്യ പര്യന്താം വന്ദേ ഗുരുപരമ്പരാ. ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തോ പുനഃ പുനഃ. സരസ്വതീ നമസ്തുഭ്യം വരദേ കാമരൂപിണീ വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർഭവതു മേ സദാ. സവിത്രീഭിർവാചാം ശശിമണിശിലാഭംഗിരുചിഭിർ വശിന്യാദ്യാഭിസ്ത്വാം സഹജനനീ സഞ്ചിന്തയതി യഃ സകർത്താ കാവ്യാനാം ഭവതി മഹദാം ഭംഗിരുചിഭിർ വചോഭിർ വാഗ്ദേവീ വദന കമലാ മോദ മധുരൈ. ജയശങ്കര. വളരെ സന്തോഷം സരസ്വതി ഓപ്പോളെ. ഞാൻ നമ്മുടെ പ്രിയപ്പെട്ട ഗുരുനാഥനെ സാദരം ക്ഷണിക്കുക. സർവേഭ്യോ നമസ്കാര. സദാശിവസമാരംഭാം ശങ്കരാചാര്യമധ്യമാം അസ്മദാചാര്യപര്യന്താം വന്ദേ ഗുരുപരമ്പരാം.
ശങ്കരം ശങ്കരാചാര്യം കേശവം ബാദരായണം സൂത്രഭാഷ്യകൃതൗ വന്ദേ ഭഗവന്തൗ പുനഃ പുനഃ. മാധവോ മാധവോ വാചി മാധവോ മാധവോ ഹൃദി സ്മരന്തി സാധവഃ സർവേ സർവകാര്യേഷു മാധവം. മൂകം കരോതി വാചാലം പങ്കും ലംഘയതേ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. എല്ലാവർക്കും നമസ്കാരം. സർവേഭ്യോ നമസ്കാര. നമ്മൾ ഭഗവത്ഗീതയുടെ ആറാമത്തെ ക്ലാസ് ആണ് ഇന്ന്. ഭഗവത്ഗീത പഠിച്ചു തുടങ്ങിയിരിക്കുന്നു. അപ്പം നാം പറയുകയുണ്ടായി, ആദ്യമായിട്ട് ഭഗവത്ഗീത പഠിക്കുമ്പോൾ എല്ലാ ദിവസവും ചൊല്ലേണ്ട ആദ്യത്തെ 9 പ്രാർത്ഥനാ ശ്ലോകങ്ങളാണ്. അത് ചൊല്ലിയിട്ട് വേണം നമ്മൾ തുടങ്ങാൻ. വിഷയം പരബ്രഹ്മമാണ് എന്ന് ഞാൻ ഒന്നുകൂടെ ഓർമ്മിപ്പിക്കുന്നു. അതിന് കാരണം ഭക്തി അനിവാര്യമാണ്. കാരണം വിജ്ഞന്മാർക്ക് വിയോജിക്കാൻ വകയുണ്ടാകുമെങ്കിലും വിദ്യാർത്ഥിക്ക് പിഴച്ചിടാൻ ഇടയുണ്ടാവാതിരിക്കണേ എന്ന പ്രാർത്ഥന ഞാൻ പറയുകയുണ്ടായി. കാരണം ഇതിനകത്ത് ഭക്തി വളരെ അനിവാര്യമാണ്. അല്ലെങ്കിൽ വിജ്ഞന്മാർക്ക് ഒരുപാട് ചോദ്യങ്ങളും ഉണ്ടായി എന്നും വരാം. അപ്പോൾ പ്രയോജനം മുക്തിയാണ് എന്നും നാം പറയുകയുണ്ടായി. ഇത്രയും ധരിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥനാ ശ്ലോകങ്ങളിലേക്ക് കടക്കാം. അപ്പോൾ 9 പ്രാർത്ഥനാ ശ്ലോകങ്ങൾ ചൊല്ലുവാനായിട്ട് നമ്മളുടെ തന്നെ പഠിതാക്കളിൽ വോളണ്ടിയറായിട്ട് തുടങ്ങാം. ആരൊക്കെയാണെന്ന് വെച്ചാൽ മ്യൂട്ട് മാറ്റി ചൊല്ലി തുടങ്ങുക. ഞാൻ ആദ്യം ഉണ്ണികൃഷ്ണ സാറിനെ കാണുന്നു. സാറ് തന്നെ ചൊല്ലി തുടങ്ങുന്നെങ്കിൽ പാർത്ഥായ പ്രതിബോധിതാം എന്നുള്ള ശ്ലോകത്തോടു കൂടി തുടങ്ങാം. ഓം പാർത്ഥായ പ്രതിബോധിതാം ഭഗവതാ നാരായണേന സ്വയം വ്യാസേന ഗ്രഥിതാം പുരാണമുനിനാ മധ്യേ മഹാഭാരതം അമൃതവർഷിണീം ഭഗവതി അഷ്ടാദശാധ്യായനീം അംബ ത്വാമനുസന്തതാമി ഭഗവദ്ഗീതേ ഭവദ്വേഷിണീ. നമോസ്തു വ്യാസ വിശാല ബുദ്ധേ പുല്ലാരവിന്ദായ തപത്രനേത്ര യേന ത്വയാ ഭാരത തൈലപൂർണ പ്രജ്വാലിതോ ജ്ഞാനമയ പ്രദീപ. പ്രപന്ന പാരിജാതായ സ്തോത്രവേത്രൈകപാണയേ ജ്ഞാനമുദ്രായ കൃഷ്ണായ ഗീതാമൃതദുതേ നമഃ. സർവോപനിഷദോ ഗാവോ ദോക്താ ഗോപാലനന്ദന പാർത്ഥോ വത്സ സുധീർഭോക്ത ദുഃഖം ഗീതാമൃതം മഹത്. വസുദേവസുതം ദേവം കംസചാണൂരമർദ്ദനം ദേവകീ പരമാനന്ദം കൃഷ്ണം വന്ദേ ജഗദ്ഗുരും. ഭീഷ്മദ്രോണതടാ ജയദ്രഥജല ഗാന്ധാരനീലോത്പല ശല്യഗ്രാഹവതീ കൃപേണ വഹനി കർണേന വേലാകുല അശ്വത്ഥാമാ വികർണ ഘോരമകരാ ദുര്യോധനാവർദ്ധനീ സോത്തീർണ ഖലു പാണ്ഡവൈരണനദി കൈവർത്തക കേശവ. പാരാശര്യവച സരോജമമലം ഗീതാർത്ഥഗന്ധോത്കടം നാനാഖ്യാനക കേസരം കരികഥാ സംബോധനാബോധിതം. യോഗേ ലോകേ സജ്ജന ഷട്പദൈരഹരഃ ലോകേ സജ്ജന ഷട്പദൈ ഭൂയാത് ഭാരത പങ്കജം കലിമല പ്രധ്വംസിനം ശ്രേയസേ. മൂകം കരോതി വാചാലം പങ്കും ലംഘയത്തെ ഗിരിം യത്കൃപാതമഹം വന്ദേ പരമാനന്ദമാധവം. അടുത്ത ചൊല്ലിക്കാട്ടെ.
യം ബ്രഹ്മാ വരുണേന്ദ്രരുദ്രമരുത സ്തുന്വന്തി ദിവ്യൈസ്തവൈ വേദയേ സാംഘപദക്രമോപനിഷദയേ ഗായന്തി യം സാമഗാ ധ്യാനാവസ്ഥിത തദ്ഗതേന മനസാ പശ്യന്തി യം യോഗിനോ യസ്യാന്തം ന വിദുഃസുരാസുരഗണ ദേവായ തസ്മൈ നമഃ. നന്ദി സർ. അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 11ാമത്തെ ശ്ലോകം വരെയാണ് ചിന്തിച്ചത്. എന്തായിരുന്നു ആ ശ്ലോകം? അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവൈവ ഹി എന്ന് പറഞ്ഞു. അതായത് സൈന്യത്തിന്റെ മർമ്മസ്ഥാനങ്ങളിൽ നിന്നുകൊണ്ട് മറ്റു നായകന്മാരെല്ലാവരും ഭീഷ്മർക്ക് സംരക്ഷണം കൊടുക്കണം, അല്ലെങ്കിൽ ഭീഷ്മ പിതാമഹന് വേണ്ട എല്ലാവിധ സഹായ സഹകരണങ്ങളും നൽകണം. കാരണം എന്തറിയാം, ദുര്യോധനൻ അറിയാം ഇദ്ദേഹം ഒന്ന് ഭീഷ്മരെ പുകഴ്ത്തി പറഞ്ഞു, മറ്റുള്ളവർക്ക് ഇഷ്ടമല്ല, അപ്പൊ എല്ലാം ഇഷ്ടപ്പെട്ട് കാണുകയില്ല എന്നുള്ളൊരു നയജ്ഞത കൊണ്ട്, രാജാവാണല്ലോ അപ്പൊ നയതന്ത്രജ്ഞനാവണമല്ലോ എന്നുള്ളത് കൊണ്ടായിരിക്കണം എല്ലാവരെയും കൂടി യുദ്ധത്തിലൊരു ടീം വർക്ക് എന്ന രൂപേണ നിങ്ങളും ഭീഷ്മരെ രക്ഷിച്ചു കൊള്ളണം. കാരണം ഭീഷ്മരും ദ്രോണാചാര്യരുമാണ് യുദ്ധത്തിന് വിജയിക്കാൻ പറ്റുമെങ്കിൽ ആകെയുള്ള ദുര്യോധനന്റെ ഒരു ഹോപ്പ് എന്ന് പറയുന്നത്. അപ്പോ കാരണം എന്നിരുന്നാൽ പോലും തോക്കുവാനാണ് സാധ്യത എന്ന് ഭീഷ്മർക്ക് അറിയാം. കാരണം എന്തുകൊണ്ടാണ്? ഒരു വലിയ ഒരു ആപത്തുണ്ടായത് ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപമാണ്. ആ സഭയിൽ പോലും ഇദ്ദേഹം ഒന്നും ചെയ്തില്ല. ആര് ചെയ്തില്ല? ഭീഷ്മരും ദ്രോണാചാര്യനും ഇരിക്കുന്ന സഭയിലാണ് വസ്ത്രാക്ഷേപം ഉണ്ടായത്. ആ സഭയിലും അദ്ദേഹം ദുര്യോധനനെ സഹായിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ ഭീഷ്മർക്ക് പാണ്ഡവരോട് കൂറുണ്ടെങ്കിൽ പോലും ഇവിടെയും ദുര്യോധനനെ തന്നെ രക്ഷപ്പെടുത്തും, ഭീഷ്മരെ രക്ഷിക്കും, അല്ലെങ്കിൽ ദുര്യോധനന് വേണ്ടി ഏതറ്റം വരെയും അദ്ദേഹം യുദ്ധം ചെയ്യും. അപ്പൊ ഭീഷ്മർ വീഴുവാൻ പാടില്ല. ഭീഷ്മർക്ക് വേണ്ട പൂർണ്ണമായ പിന്തുണ, പൂർണ്ണമായ രക്ഷ, പൂർണ്ണമായ പ്രൊട്ടക്ഷൻ ഉണ്ടാവണം എന്ന ആഗ്രഹത്തിലാണ് സൈന്യവ്യൂഹത്തിനോട് അദ്ദേഹം പറയുന്നത്. അയനേഷു ച സർവേഷു യഥാഭാഗമവസ്ഥിത ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്ത സർവൈവ ഹി. ഇവിടം വരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. അപ്പോൾ ഇത്രയും പറഞ്ഞ ഉടനെ എന്താ ഉണ്ടായത്? തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദധമൗ പ്രതാപവാൻ. എന്താണ്? തസ്യ സംജനയൻ ഹർഷം, തസ്യ സംജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദധമൗ പ്രതാപവാൻ. ഒന്നുകൂടെ ശ്രദ്ധിക്കൂ. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദധമൗ പ്രതാപവാൻ. പ്രതാപവാൻ ആരാണ്? പ്രതാപവാൻ ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്നയാളാണ്. വളരെ പ്രതാപശാലിയായിട്ടുള്ള ആളാണ്. ഈ ആജ്ഞാശക്തിയുള്ളയാളാണ്. പ്രതാപശക്തിയായിട്ടുള്ളത് ആരാണ്? കുരുവൃദ്ധ പിതാമഹ. ആ കുരുക്കളിലെ കുരുവംശത്തിലെ ഏറ്റവും പ്രായമായിരിക്കുന്ന, അറിവ് കൊണ്ടും അതേപോലെ തന്നെ പ്രായം കൊണ്ടും കഴിവ് കൊണ്ടും എല്ലാം വൃദ്ധനാണ്. വയോവൃദ്ധൻ മാത്രമല്ല, എന്താണ്? ധനവൃദ്ധനുണ്ട്, അറിവ് കൊണ്ടുള്ള വൃദ്ധനുണ്ട്, ജ്ഞാനവൃദ്ധനുണ്ട്. അപ്പോ ഇവിടെ എല്ലാത്തിലും എല്ലാ കാരണങ്ങളിലും വളരെ നിപുണനായിരിക്കുന്ന വൃദ്ധനാണ് ഇദ്ദേഹം. അങ്ങനെയുള്ള ആ കുരുവൃദ്ധ പിതാമഹ, പിതാമഹൻ എന്ന് വെച്ചാൽ മുത്തശ്ശൻ. അപ്പൊ കുരുവൃദ്ധൻ, കുരുവംശത്തിലെ ഏറ്റവും പ്രായമായ ഉള്ളയാള്. അപ്പൊ പ്രതാപവാൻ എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ശംഖം ദധമൗ പ്രതാപവാൻ. പ്രതാപവാൻ എന്ന് പറഞ്ഞാൽ ശത്രുക്കൾക്ക് ഭയത്തെ ജനിപ്പിക്കുന്ന തരത്തിൽ ഉള്ള കഴിവുള്ളയാള്, ബലമുള്ളയാള് എന്ന്. കുരുവൃദ്ധ, കുരുവംശത്തിൽ വെച്ച് ഏറ്റവും അധികം നിപുണതയും പ്രായവും ചെന്നയാള് എന്നാണ് കുരുവൃദ്ധൻ. പിതാമഹ, പിതാമഹ എന്ന് പറയുന്നത് മുത്തച്ഛൻ. അതാരാണ്? ഭീഷ്മർ. ഭീഷ്മരെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നത് കുരുവൃദ്ധ പിതാമഹ എന്നാണ്. കുരുവംശത്തിന്റെ പിതാമഹനായിട്ട് അങ്ങനെയുള്ള ആൾ എന്താണ്? തസ്യ സംജനയൻ ഹർഷം
ഹർഷം സഞ്ജനയൻ തസ്യ. ഇവിടെ തസ്യ എന്ന് പറയുന്നത് ദുര്യോധനാണ്. അവന് എന്നർത്ഥം. ആർക്ക്? അവന്. എന്താ അവൻ ചെയ്തത്? ഭീഷ്മപിതാമഹനെ എല്ലാവരും അയനേഷു ച സർവേഷു, എല്ലാ കോർണറുകളിൽ നിന്നും എല്ലാ മുക്കിലും മൂലയിൽ നിന്നും ഭീഷ്മപിതാമഹനെ രക്ഷിച്ചു കൊള്ളണം. അദ്ദേഹത്തിന് വേണ്ട പൂർണ്ണമായ പിന്തുണ കൊടുത്തു കൊള്ളണം. അപ്പോ ദുര്യോധനന്റെ മനസ്സിലിരിപ്പ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തസ്യ സഞ്ജനയൻ ഹർഷം, അല്ലെങ്കിൽ ഹർഷം സഞ്ജനയൻ. ഹർഷം എന്ന് പറഞ്ഞാൽ സന്തോഷം, തസ്യ എന്ന് പറഞ്ഞാൽ അവന്. അവൻ എന്ന് പറയുന്ന ആരാണ്? ആ ദുര്യോധനന് സഞ്ജനയൻ ജനിപ്പിക്കുന്നതായിട്ട്, അല്ലെങ്കിൽ ഉണ്ടാക്കുന്നതായിട്ട്, സന്തോഷം ജനിപ്പിക്കുന്നതായിട്ട് എന്ത് ചെയ്തു? അപ്പോ ദുര്യോധനൻ ഇങ്ങനെ, അപ്പൊ ആശയം എങ്ങനെയാണ്? ദുര്യോധനൻ ഇദ്ദേഹത്തെ, ഭീഷ്മപിതാമഹനെ എല്ലാവരും ചേർന്ന് നോക്കിക്കൊള്ളണം, അദ്ദേഹത്തിന് വേണ്ട എല്ലാ സഹായങ്ങളും സഹകരണങ്ങളും യുദ്ധത്തിൽ ഉണ്ടാവണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ വളരെ പ്രതാപശാലിയായിരിക്കുന്ന കുരൂർധനായിരിക്കുന്ന ഭീഷ്മപിതാമഹന് തസ്യ, അവന് ആർക്ക്? ദുര്യോധനന് ഹർഷം സഞ്ജനയൻ, ഹർഷം സന്തോഷം, സഞ്ജനയൻ ഹർഷത്തെ ജനിപ്പിച്ചിട്ട്, സന്തോഷത്തെ ജനിപ്പിച്ചിട്ട്, അല്ലെങ്കിൽ സന്തോഷത്തെ ഉണ്ടാക്കിയിട്ട്, പിന്നെന്താണ്? സിംഹനാദം വിനോദ്യോച്ചൈ. ഉച്ചൈ എന്ന് പറഞ്ഞാൽ വളരെ ഉച്ചത്തില് എന്നാണ്, ഉറക്കെ. സിംഹനാദം വിനദ്യ. സിംഹനാദം വിനദ്യ എന്ന് പറഞ്ഞാൽ എന്താണ്? സിംഹനാദം പോലെയുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ടെന്നർത്ഥം. വിനദ്യ, ഉണ്ടാക്കിക്കൊണ്ട്. എങ്ങനെ? സിംഹനാദം പോലെയുള്ള ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്. സിംഹനാദം വിനദ്യൊച്ചൈ, സിംഹനാദം പോലെയുള്ള ആ ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട്, അല്ലെങ്കിൽ സിംഹനാദത്തെ പോലെ ഉണ്ടാക്കിക്കൊണ്ട്, ശബ്ദം വെച്ചുകൊണ്ട്. ശംഖം ദധമൗ പ്രതാപവാൻ. ശംഖം, ശംഖ്. ദധമൗ എന്ന് വെച്ചാൽ ഊതി, അല്ലെങ്കിൽ ശംഖ് വിളിക്കുക എന്ന് പറയും, അല്ലെങ്കിൽ ശംഖ് ഊതുക എന്ന് പറയും. അങ്ങനെയുള്ള ആ ഒരു ശംഖിനെ അദ്ദേഹം വിളിച്ചു എന്നാണ്. നമ്മൾ ക്ഷേത്രങ്ങളിലൊക്കെ കണ്ടിട്ടില്ലേ സന്ധ്യയ്ക്ക് ശംഖ് വിളിക്കുന്നത്? അപ്പോൾ ശംഖ് വിളിച്ച് ദുരാത്മാക്കളെ എല്ലാം ഓടിച്ച് എല്ലാം ശുദ്ധി ചെയ്യുന്നൊരു പ്രക്രിയയുണ്ട് ശബ്ദത്തിനൂടെ, അല്ലേ? അങ്ങനെ ഒരു ശംഖ് വിളിച്ചു എന്നുള്ളതാണ്. എങ്ങനെ? സഞ്ജനയൻ ഹർഷ. ആർക്ക്? തസ്യ, ദുര്യോധനന്. അപ്പൊ എങ്ങനെ ഭീഷ്മപിതാമഹനെ എല്ലാവരും എല്ലാ കോർണറുകളിൽ നിന്നും, എല്ലാ മൂലകളിൽ നിന്നും, മുക്കിൽ നിന്നും രക്ഷിച്ചു കൊള്ളണം എന്ന് പറഞ്ഞ ഉടനെ ആ തൻ്റെ ദുര്യോധനന്റെ മനസ്സിനെ അറിഞ്ഞുകൊണ്ട് ദുര്യോധനന് സന്തോഷത്തെ ജനിപ്പിക്കുന്ന രീതിയിൽ പരാക്രമിയായിരിക്കുന്ന ആ കുരുപിതാമഹൻ, കുരുവംശത്തിന്റെ പിതാമഹൻ ഭീഷ്മര് ദുര്യോധനന് ആഹ്ലാദം ജനിപ്പിച്ചുകൊണ്ട് എന്ത് ചെയ്തു? അദ്ദേഹത്തിന്റെ ശംഖെടുത്ത് വളരെ ഉച്ചത്തില് സിംഹനാദം, കാരണം പ്രതാപശാലിയാണല്ലോ, പ്രതാപമായപ്പോ സിംഹത്തിനോടാണ് ഉപമ. അപ്പൊ അങ്ങനെ സിംഹനാദം വിനദ്യച്ചൈ, സിംഹനാദം വരുമാറ് വളരെ ഉച്ചത്തില് ആ ശത്രുക്കൾക്ക് ഭയം തോന്നത്തക്ക വിധം അതിനെ ഒന്ന് വിളിച്ചു എന്നാണ്. സിംഹനാദം വിനദ്യച്ചൈ, സിംഹനാദം ചെയ്തുകൊണ്ട് ആ ശംഖ് വിളിച്ചു എന്നാണ്. അപ്പൊ എന്താണ് സത്യത്തില്? തൻ്റെ ആ പൗത്രൻ, ദുര്യോധനൻ പൗത്രനാണല്ലോ, ആ പൗത്രന്റെ അന്തർഗതം അറിഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു സ്വാഭാവികമായ ഒരു അനുകമ്പയോടുകൂടി ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കുവാൻ വേണ്ടി ചെയ്തതാണ് എന്ന് ആചാര്യന്മാരുടെ വചനങ്ങളും ഇവിടെയുണ്ട്. അപ്പം ഒന്നാമത് വിഷാഗ്രസ്തനായിട്ട് നിൽക്കുകയാണ്. കാരണം കുറച്ച് കഴിഞ്ഞുള്ള വാചകങ്ങളിൽ അപര്യാപ്തം എന്ന് പറഞ്ഞു. ബലം ഭീഷ്മാഭിരക്ഷിതം, അത് അളവറ്റതാണെങ്കിലും ജയിക്കുവാൻ തക്ക കഴിവുള്ളതല്ല എന്ന് പറയുകയുണ്ടായി ദുര്യോധനൻ. അതുകൊണ്ട് തന്നെ വിഷാദഗ്രസ്തനാണ് എന്നും ആചാര്യവചനങ്ങളുണ്ട്. അപ്പൊ ഏതായാലും ശംഖിന്റെ ഒരു ശംഖൂതി ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കുമാറ് എന്നാണ്. അപ്പൊ എന്താണ്? തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യച്ചൈ ശംഖം ദധമൗ പ്രതാപവാൻ. ശത്രുക്കൾക്ക് ഭയം തോന്നത്തക്കമുള്ള ബലമുള്ളവനും, അതാണ് ഇവിടെ പ്രതാപവാൻ. പിന്നീട് കുരുവൃദ്ധ പിതാമഹ, കുരുവൃദ്ധനായ, കുരുവംശത്തിലെ വയോവൃദ്ധനായ നിപുണനുമായിരിക്കുന്ന ആ ഭീഷ്മപിതാമഹൻ തസ്യ സംജനയൻ ഹർഷം, ആ ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കുമാറ് വളരെ ഉച്ചത്തിൽ സിംഹനാദം വിനദ്യച്ചൈ, സിംഹത്തിന്റെ ശബ്ദത്തില്, സിംഹനാദത്തിന്റെ ശബ്ദം പോലെ വിനദ്യച്ചൈ, അത്ര ഉച്ചത്തില് ശംഖം ദധമൗ, ദധമൗ എന്ന് പറഞ്ഞാൽ ഊതുക അല്ലെങ്കിൽ വിളിക്കുക, ദധമൗ പ്രതാപവാൻ എന്നാണ്.
അപ്പൊ ശത്രുക്കൾക്ക് ഭയം തോന്നത്തക്ക വിധത്തിലുള്ള പ്രതാപവാനായിരിക്കുന്ന ഗുരുവൃദ്ധനായ ആ സാക്ഷാൽ ഭീഷ്മര് ദുര്യോധനന് സന്തോഷം ജനിപ്പിക്കുമാറ് അദ്ദേഹത്തിന്റെ ശംഖെടുത്ത് ഒന്ന് വിളിച്ചു എന്നാണ് ആ ശ്ലോകത്തിന്റെ അർത്ഥം. തസ്യ സഞ്ജനയൻ ഹർഷം കുരുവൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യുച്ചൈ ശംഖം ദധമോ പ്രതാപവാൻ. അപ്പൊ അത് കഴിഞ്ഞപ്പോഴോ തദ ശംഖാശ്ച ഭേര്യശ്ച തദ ശംഖാശ്ച ഭേര്യശ്ച തദ ശംഖാശ്ച ഭേര്യശ്ച പണവാനകഗോമുഖ സഹസൈവാഭ്യഹന്യന്ത സശബ്ദ സ്തുമലോ ഭവത്. ആ തദ ശംഖാശ്ച ഭേര്യശ്ച, തദ എന്ന് പറഞ്ഞാൽ അതിനുശേഷം, തദ ശംഖാശ്ച ഭേര്യശ്ച പണവാനകഗോമുഖ സഹസൈവാഭ്യഹന്യന്ത സഹസൈവ അഭ്യഹന്യന്ത ശബ്ദ സ്തുമലോ ഭവത്. അപ്പൊ തഥ എന്ന് പറഞ്ഞാൽ അതിനുശേഷം ശംഖാശ്ച, ശംഖുകള്, കാരണം പടക്കളത്തിൽ നിൽക്കുകയല്ലേ ഇദ്ദേഹം, ശംഖു ഊതി കഴിഞ്ഞപ്പോഴ് തഥ ശംഖാശ്ച, ശംഖുകളും, പിന്നീടോ ഭേര്യശ്ച, ഭേര്യം എന്ന് പറഞ്ഞാൽ ഭേര്യ എന്ന് പറഞ്ഞാൽ ചെണ്ടകള്, അപ്പോ ശംഖ്, അപ്പം മറ്റുള്ളവര് ചെണ്ട, പണവാനക ഗോമുഖ, പണവാനക എന്ന് പറഞ്ഞാൽ പണവാനക എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ മൃദംഗങ്ങൾ അല്ലെങ്കിൽ തപ്പട്ടുകൾ അല്ലെങ്കിൽ പെരുമ്പറകൾ എന്നർത്ഥം. പണവാനക ഗോമുഖ, ഇങ്ങനെ വളഞ്ഞ് പശുവിൻ്റെ മുഖം പോലെ ഇരിക്കുന്നതായിട്ട് വലിയ കുഴലുണ്ട്, അത് ഊതും വലിയ യുദ്ധത്തിൽ, അതും വലിയ ശബ്ദമാണ്, ക്ഷേത്രങ്ങളിലുമൊക്കെ കാണാറുണ്ടല്ലോ. അപ്പോൾ തദശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖ സഹസൈവാഭ്യഹന്യന്ത, പിന്നീടോ സഹസ ഏവ, വളരെ പെട്ടെന്ന് തന്നെ. അപ്പോൾ ആദ്യം അതിനുശേഷം തഥ ശംഖാശ്ച, ശംഖുകൾ, ഭേര്യശ്ച, ഭേരികൾ അതായത് ചെണ്ടകൾ, പണവാനക ഗോമുഖ, മൃദംഗങ്ങൾ, തപ്പട്ടുകൾ, അതേപോലെ തന്നെ പെരുമ്പറകൾ, ഗോമുഖങ്ങൾ, ഇവയെല്ലാം സഹസയേവ, ഉടനെ തന്നെ, അഭ്യഹന്യന്ത എന്നാണ്. സഹസൈവാഭ്യഹന്യന്ത, അഭ്യഹന്യന്ത, അഭ്യഹന്യന്ത എന്ന് വെച്ചാൽ എന്താണ്, മുഴക്കി തുടങ്ങി എന്നർത്ഥം. അപ്പോൾ അതിനുശേഷം, ഏതിനു ശേഷം, ഭീഷ്മപിതാമഹൻ തൻ്റെ ശംഖ് വിളിച്ചതിന് ശേഷം മറ്റ് ആ പടക്കളത്തിലുള്ള പലരും എന്തു ചെയ്തു, അവിടെ ശംഖുകളും ചെണ്ടകളും അതേപോലെ തന്നെ പെരുമ്പറകളും മൃദംഗങ്ങളും തപ്പട്ടകളും ഗോമുഖങ്ങളും ഉടനെ തന്നെ സഹസേവ അഭ്യഹന്യന്ത, മുഴക്കി തുടങ്ങി എന്നാണ്. എന്നിട്ടോ സഹസൈവാഭ്യഹന്യന്ത സശബ്ദ സ്തുമുലോ ഭവത് എന്നാണ്. സശബ്ദ, ആ ശബ്ദം, സശബ്ദ നല്ല ശബ്ദം, അതുകൊണ്ടാണ് സശബ്ദ എന്നാ പറഞ്ഞിരിക്കുന്നത്. സശബ്ദ തുമുല, തുമുല എന്ന് പറഞ്ഞാൽ എല്ലാ ദിക്കിലും നിറഞ്ഞതായിട്ട്, എല്ലാ ദിക്കിലും നിറഞ്ഞു നിൽക്കുന്നതായിട്ട്, അഭവൽ, അഭവൽ എന്ന് പറഞ്ഞാൽ ഭവിച്ചു. അപ്പോൾ തഥ ശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖ സഹസൈവാഭ്യഹന്യന്ത സശബ്ദ സ്തുമുലോ ഭവത്. തഥ എന്ന് പറഞ്ഞാൽ അതിന് ശേഷം, ശംഖാശ്ച, ശംഖുകൾ, ഭേര്യാശ്ച എന്ന് പറഞ്ഞാൽ പെരുമ്പറകൾ, അതേപോലെ തന്നെ മൃദംഗങ്ങൾ, തപ്പട്ടകൾ, ഗോമുഖങ്ങൾ, സഹസയേവ എല്ലാ ഉടനെ തന്നെ, അഭ്യഹന്യന്ത, അഭ്യഹന്യന്ത എന്ന് പറഞ്ഞാൽ മുഴക്കി തുടങ്ങി, സശബ്ദ ആ ശബ്ദം, തുമുല എല്ലാ ദിക്കിലും അങ്ങ് നിറഞ്ഞു നിൽക്കുന്നതായിട്ട് അഭവൽ ഭവിച്ചു എന്നാണ്. അതിൻ്റെ അർത്ഥം എന്താണ്? അപ്പോൾ അതിനെ തുടർന്ന് ഭീഷ്മർ ശംഖ് വിളിച്ചതിന് ശേഷം കൗരവ സൈന്യത്തിലുള്ള മറ്റെല്ലാവരും, ഇവിടെ പാണ്ഡവരല്ല കൗരവരാണ്, കാരണം ഭീഷ്മരാണല്ലോ വിളിച്ചത്, ആ ഭീഷ്മർ ശംഖ് വിളിച്ചതിന് ശേഷം ഭീഷ്മർക്കൊപ്പം തന്നെ ആ കൗരവ സൈന്യത്തിലുള്ള മറ്റെല്ലാവരും ശംഖുകളും ഇങ്ങനെയുള്ള പെരുമ്പറകളും ഗോമുഖങ്ങളുമെല്ലാം മുഴക്കി, അവയെല്ലാം ആ ശബ്ദം ആ ദിക്കെല്ലായിടത്തും വ്യാപിച്ചു എന്നുള്ളതാണ്. ആ ദിക്കാസകലം വ്യാപിച്ച് ഒരു യുദ്ധരംഗത്തൊരു കോലാഹലമായി എന്നാണ് അർത്ഥം. തതശംഖാശ്ച ഭേര്യശ്ച പണവാനക ഗോമുഖ സഹസൈവാഭ്യഹന്യന്ത സശബ്ദ സ്തുമുലോ ഭവത്.
പിന്നീടോ തദശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ. എന്താണ്? തദശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവാ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രഥത്മതു. അപ്പം തദശ്വേതൈർഹയൈർയുക്ത, തത അപ്പോൾ, ഇതിനു മുമ്പും പറഞ്ഞു അല്ലേ, തതശംഖാശ. അപ്പം ഓരോന്ന് ഒരു ഓർഡറായിട്ട് വരികയാണ്. തസ്യ സഞ്ജനയൻ, ദുര്യോധനന്. ആര്? ഭീഷ്മർ സന്തോഷം ജനിപ്പിക്കുവാൻ വേണ്ടി ശംഖ് വിളിച്ചു. തതശംഖാശ, അതിനുശേഷം കുരുവംശത്തിലെ എല്ലാവരും ഉച്ചവെച്ച് വിളിക്കുവാൻ തുടങ്ങി എന്നാണ്. തത, അതിനുശേഷം, തത ശ്വേതൈർഹയൈർയുക്ത. ശ്വേതൈർ എന്ന് പറഞ്ഞാൽ ശ്വേതം എന്ന് പറഞ്ഞാൽ വെളുത്ത നിറം. ശ്വേതൈർ ഹയർ, ശ്വേത നിറത്തിലുള്ള കുതിരകൾ. യുക്തേ, കൂടിയ എന്ന് പറഞ്ഞാൽ എന്താണ്? രഥത്തിൽ വെളുത്ത കുതിരകളെ പൂട്ടിയിരിക്കുന്നതർത്ഥം. അപ്പം തത എന്ന് പറഞ്ഞാൽ അപ്പോൾ, ശ്വേതൈർ ശ്വേതം വെളുപ്പ്, ഹയൈർ ഹയൈ എന്ന് പറഞ്ഞാൽ കുതിര, യുക്തേ കൂടിയ അല്ലെങ്കിൽ വെളുത്ത കുതിരകളോട് കൂടിയ, മഹതി സ്യന്തനേ സ്ഥിതൗ. മഹതി എന്ന് പറഞ്ഞാൽ എന്താണ്? വലിയ. ഇതര വലിപ്പമാകാം, അല്ലെങ്കിൽ അതിനൊരു ഒരു ഒരു എന്താണ്? സ്യന്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രഥം, തേര്. അപ്പം മഹതി എന്ന് പറയാൻ കാരണം ഇത് വലിപ്പം കൊണ്ടുമാണ്. അത് മാത്രമല്ല, ഇതിനൊരു പ്രത്യേകതയുണ്ട്. എല്ലാ ദിക്കിലേക്കും സഞ്ചരിക്കുവാൻ ഒരു കഴിവുള്ള രഥമാണ് ഇത് കൊടുത്തിരിക്കുന്നത്. അഗ്നിദേവൻ അർജുനന് കൊടുത്തിരിക്കുന്ന ഒരു രഥമാണ്. അതുകൊണ്ട് തന്നെ എന്താണ്? തോൽക്കുവാൻ ആർക്കും ഇതിനെ നശിപ്പിക്കാൻ ഒക്കുകയില്ല എന്നൊരു ധ്വനിയും കൂടെ ഇവിടെയുണ്ട്. വീണ്ടും ദുര്യോധന ദുഃഖമുണ്ടാകുന്ന രീതിയാണ് അല്ലേ? അപ്പോൾ പിന്നെയോ മാധവാ പാണ്ഡവശ്ചൈവ. അപ്പൊ വെളുത്ത കുതിരകളെ പൂട്ടിയിട്ടിരിക്കുന്ന രഥത്തിൽ നിന്നുകൊണ്ട് മാധവാ പാണ്ഡവശ്ചൈവ. മാധവൻ ആരാണ്? മധു എന്ന അസുരനെ നിഗ്രഹിച്ച സാക്ഷാ ശ്രീകൃഷ്ണൻ. അതുകൊണ്ടാണ് മാധവൻ എന്ന് പേര് വന്നത്. അപ്പം മാധവാ പാണ്ഡവശ്ചൈവ. ആരാണ്? പാണ്ഡവശ്ച ഏവ എന്ന് പറഞ്ഞാൽ പാണ്ഡുപുത്രനായ അർജുനനും. പാണ്ഡവശ്ച ഏവ എന്നർത്ഥം. പാണ്ഡവശ്ചൈവ എന്ന് ഒന്നിച്ചു ചൊല്ലുമ്പോൾ പാണ്ഡവ ച ഏവ, അതാണ് പാണ്ഡവശ്ചൈവ, പാണ്ഡുപുത്രനായിരിക്കുന്ന അർജുനനും. പിന്നീടോ ദിവ്യൗ ശംഖൗ പ്രഥത്മതു. പ്രഥത്മതു എന്ന് പറഞ്ഞാൽ ഉറക്ക വിളിക്കുക എന്നാണ്. പക്ഷെ എങ്ങനെയുള്ള ശംഖാണ്? ദിവ്യൗ, വളരെ ദിവ്യമായിരിക്കുന്ന. അപ്പൊ അർജുനന്റെ ശംഖും കൃഷ്ണന്റെ ശംഖും വളരെ ദിവ്യമാണ്. ദിവ്യൗ ശംഖൗ പ്രഥത്മതു എന്നാണ്. ഇത് എന്തുകൊണ്ട് കുരൂർധനായിരിക്കുന്ന ഭീഷ്മപിതാമഹരുടെ ശംഖിന് പറഞ്ഞില്ല? അപ്പൊ ഭീഷ്മരുടെ ശംഖ് ദിവ്യമല്ല എന്നൊരു ധ്വനി വന്നു. ഇവിടെ ദിവ്യമാണ് എന്ന് പറയുന്നു. അപ്പോൾ സാധാരണ കൃഷ്ണൻ പാണ്ഡുപക്ഷത്തിലായിരിക്കുന്നു എന്നുള്ളത് തന്നെ ഇതിനൊരു ദിവ്യതയുണ്ട്. അതുമാത്രമല്ല, ആചാര്യന്മാർ പറയുന്നുണ്ടല്ലോ, ജയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന എന്നാണ്. ജയസ്തു പാണ്ഡുപുത്രാണാം യേഷാം പക്ഷേ ജനാർദ്ദന. ആ പാണ്ഡുപുത്രന്മാരുടെ കൂട്ടത്തിൽ ജനാർദ്ദനൻ സാക്ഷാൽ കൃഷ്ണൻ ഉള്ളത് കൊണ്ട് വിജയം ഇവർക്കാണ് ഉറപ്പ് എന്ന് ആചാര്യന്മാർ പറഞ്ഞിട്ടുമുണ്ട്. അപ്പൊ ഇവിടെ തദശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവാ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രഥത്മതു. അതിനുശേഷം അപ്പൊ കുരുവംശത്തിലെ ആൾക്കാരെല്ലാവരും ശംഖ് വിളിച്ച് പെരുമ്പറകളെല്ലാം കൊട്ടി യുദ്ധം ഒരു കോലാഹലമാക്കി. യുദ്ധം ആ രണാങ്കണം ഒരു കോലാഹലമായതിനു ശേഷം കൃഷ്ണാർജുനന്മാര് ആ വെള്ള കുതിരകളെ പൂട്ടിയിട്ടിരിക്കുന്ന രഥത്തിൽ നിന്നുകൊണ്ട് അവരുടേതായിരിക്കുന്ന ആ ദിവ്യമായിരിക്കുന്ന ശംഖുകളെ ഊതി എങ്ങനെ വളരെ ഉച്ചത്തിൽ വിളിച്ചു എന്നാണ്. പ്രഥത്മതു, ഉറക്ക വിളിച്ചു എന്നാണ്. തദശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്തനേ സ്ഥിതൗ മാധവാ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രഥത്മതു. അപ്പം മഹതി എന്നുള്ളതിന് വലിപ്പം എന്നുള്ളൊരു അർത്ഥമുണ്ട്. അത് മാത്രമല്ല, ഞാൻ പറയുകയുണ്ടായി, ഈ തേര് അഗ്നിദേവൻ കൊടുത്തതുമാണ്. അങ്ങനെ ഒരു മഹത്വവും അതിനുണ്ട്.
പിന്നൊരു മഹത്വം, ആ രഥം എല്ലാ ദിക്കുകളിലേക്കും ഒരേപോലെ കീഴടക്കുവാൻ പര്യാപ്തമാണ്. 3 ലോകങ്ങളിൽ എവിടെയും ആ രഥത്തിലൂടെ സഞ്ചരിച്ച് വിജയം നേടാനേ ഒക്കുകയുള്ളൂ എന്നും അതിനകത്തൊരു സൂചനയുണ്ട്. അതുകൊണ്ടായിരിക്കണം ആ മഹതിസ്യന്തനം, മഹതി എന്നൊരു വാക്ക് അവിടെ ഉച്ചരിക്കുന്നത് എന്നാണ് ആചാര്യന്മാരുടെ വാക്കുകൾ. തദശ്വേതേർഹൈർയുക്തേ മഹതിസ്യന്തനേ സ്ഥിതൗ മാധവാ പാണ്ഡവശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രധത്മധു പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദധമൗ മഹാശംഖം ഭീമകർമാ വൃകോദര. ആ പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ. പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ്. അപ്പൊ പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ് ആരുടെയാണ്? ഹൃഷീകേശോ. ഹൃഷീകേശം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇന്ദ്രിയങ്ങളെ മുഴുവൻ നിഗ്രഹിക്കുവാൻ കഴിവുള്ള, ഇന്ദ്രിയങ്ങളെ എല്ലാവരുടെയും നിയന്ത്രിക്കുന്ന. ഈ ഇന്ദ്രിയ നിയന്ത്രണം എന്ന് പറഞ്ഞാൽ തന്നെത്താനെ അല്ല. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യൻ എന്ന് പറയുന്നത് ഭഗവത് അംശമാണ്. അംശാവതാരം, അംശാംശാവതാരം, ആവേശാവതാരം, കലാവതാരം, പുണ്യാവതാരം, പൂർണ്ണപുണ്യാവതാരം എന്നാണ്. ഊർധ്വരേതം വിരൂപാക്ഷ വിശ്വരൂപായ വൈ നമോ നമാന്ന് എല്ലാവരുടെയും മനസ്സിലെ ഹൃദയത്തിന് അടുത്ത് ചേർന്ന് സാക്ഷാൽ ഭഗവാൻ കൃഷ്ണൻ ഊർധ്വരേതം വിരൂപാക്ഷ മുകളിലോട്ട് നോക്കി സ്ഥിതി ചെയ്യുന്നുണ്ട് എന്ന് പറയുന്നു. അപ്പൊ അവിടെ നിന്നുകൊണ്ട് തന്നെ, അതാണ് നമ്മൾ പറഞ്ഞു എന്താ, ജീവാത്മാവും പരമാത്മാവും. ആ ഒരു പരമാത്മാവായിരിക്കുന്ന സാക്ഷാൽ കൃഷ്ണൻ എല്ലാവരുടെയും, അദ്ദേഹത്തിന്റെ മാത്രമല്ല, അദ്ദേഹത്തിന് ഇന്ദ്രിയ, കാരണം അദ്ദേഹം കർമ്മമൊന്നും ചെയ്യുന്നില്ല, കർമ്മത്തിന് സാക്ഷിയേ ഉള്ളൂ എന്ന് നാം പറയുകയുണ്ടായല്ലോ. അപ്പൊ അദ്ദേഹം എല്ലാവരുടെയും തന്നെ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുവാൻ കഴിവുള്ളയാള്. അതുകൊണ്ടാണ് ഹൃഷീകേശോ എന്ന് പറഞ്ഞത്. ഹൃഷീകേശൻ എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിക്കുന്ന. അപ്പൊ ഇവിടെ ആരാണ്? ശ്രീകൃഷ്ണ ഭഗവാൻ. പാഞ്ചജന്യം ദധമൗ. അദ്ദേഹം പാഞ്ചജന്യം വിളിച്ചു എന്ന് പറഞ്ഞാൽ എന്താണ്? പാഞ്ചജന്യം എന്ന് പറയുന്ന ശംഖ് ശ്രീകൃഷ്ണൻ വിളിച്ചു. അതാണ് ദധമൗ. ദധമൗ എന്ന് പറഞ്ഞാൽ ഊതുക, വിളിക്കുക. പാഞ്ചജന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രീകൃഷ്ണന്റെ ശംഖിന്റെ പേരാണ് പാഞ്ചജന്യം. പിന്നീടോ ദേവദത്തം ധനഞ്ജയ. ദേവദത്തം എന്ന് പറയുന്നത് ധനഞ്ജയൻ്റെതാണ്. എന്താണ് ഈ ധനഞ്ജയൻ? ധനഞ്ജയൻ എന്ന് പറഞ്ഞാൽ ധനത്തെ ജയിച്ചവൻ. അതാരാണ്? അർജുനൻ. കാരണം പണ്ട് നാനാവിധ യജ്ഞങ്ങൾക്കായിട്ട് തൻ്റെ സഹോദരനായിരിക്കുന്ന യുധിഷ്ഠിരന് വേണ്ടി, ധർമ്മപുത്രർക്ക് വേണ്ടി, യജ്ഞങ്ങൾക്ക് വേണ്ടി ധാരാളം ധനം സമ്പാദിച്ചു കൊടുത്തു എന്നാണ്. അങ്ങനെയാണ് ധനഞ്ജയൻ എന്ന പേര് അർജുനന് കിട്ടിയിരിക്കുന്നത് എന്നാണ് പറയുന്നത്. അപ്പൊ ധനഞ്ജയൻ എന്ന് വിളിക്കുന്ന അർജുനെയാണ്. അപ്പൊ പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ. ശ്രീകൃഷ്ണൻ, ഹൃഷീകേശൻ, പാഞ്ചജന്യം അദ്ദേഹത്തിന്റെ ശംഖ്, ധനഞ്ജയൻ അർജുനൻ, ദേവദത്തം അദ്ദേഹത്തിന്റെ ശംഖ്. ഇതോ ദധമൗ. പിന്നീടോ പൗണ്ഡ്രം ദധമൗ മഹാശംഖം ഭീമകർമാ വൃകോദര. ഭീമകർമാവൃകോദര എന്നാണ്. ഭീമകർമ്മ എന്നാൽ കഠിനമായ പ്രവർത്തികൾ ചെയ്യുവാൻ കഴിയുന്നവൻ എന്നാണ്. ഈ ഹിഡംബി വധം എന്നൊക്കെ പറയുന്നത് വളരെ, ഹിഡുംബൻ മഹാഭാരതത്തിലെ ഒരു കഥാപാത്രമാണ്. അങ്ങനെ ഒരു രാക്ഷസനെ കൊല്ലുവാൻ പോലും ഭീമനെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ, മറ്റാരെ കൊണ്ടും പറ്റുകയില്ല. ഒന്ന് കൈവച്ചാൽ അനവധി ആൾക്കാർ മരിച്ചുകൊണ്ടേയിരുന്നിരുന്നു. വളരെ കഠിനമായ പ്രവർത്തികൾ ചെയ്യുവാൻ കഴിവുള്ളത് കൊണ്ടാണ് ഭീമകർമ്മ എന്ന് പറഞ്ഞിരിക്കുന്നത്. പിന്നീട് എന്താണ്? വൃകോദര. വൃകം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നമ്മൾ മലയാളത്തിൽ പറയില്ലേ ചെന്നായ, വോൾഫ് ഇംഗ്ലീഷിൽ. വൃകോ ഉദരൻ. ഉദരഞ്ഞ വയറ്. അപ്പം നമ്മൾ സാധാരണ ഭീമൻ എന്ന് പറഞ്ഞാൽ വലിയ കുംഭ വയർ എന്നാണ് ചിന്തിക്കുക. അങ്ങനെയല്ല, വളരെ ഒട്ടിയ വയറുള്ളവൻ. അതുമാത്രമല്ല, അതിശക്തമായ ദഹിക്കുവാൻ കഴിവുള്ളവൻ. എന്ത് വയറ്റിൽ ചെന്നാലും അത് ദഹിക്കും. എന്നാൽ അദ്ദേഹത്തിന് വയറൊന്നുമില്ല, 6 പാക്കാണ്. അങ്ങനെ ജിമ്മിലൊന്നും പോകാത്ത പോലെ തന്നെ, ജിമ്മിൽ പോയി നല്ല പാക്കാക്കിയിരിക്കുന്ന പോലെ തന്നെ 6 പാക്കായിട്ട്. അതാണ് വൃകോദരൻ. ഭീമകർമ്മ വൃകോദര. കഠിനമായ പ്രവർത്തികൾ ചെയ്യുവാൻ കഴിവുള്ളയാള്. അദ്ദേഹത്തിന്റെ ശംഖിന്റെ പേരെന്താണ്? പൗണ്ഡ്രം. പൗണ്ഡ്രം ദധമോ മഹാശംഖം. പൗണ്ഡ്രം എന്ന് പറയുന്ന മഹാശംഖം ദധമോ. ആ വലിയ ശംഖ്. മറ്റുള്ളവരുടെ ശംഖിനേക്കാളും കൃഷ്ണന്റെ ശംഖിനും
അർജുനന്റെ ശംഖിനും എന്താണ് ഇതിനു മുമ്പ് പറഞ്ഞു അവര് ദിവ്യൗ ശംഖോ പ്രഥത്മതു എന്ന് വളരെ ദിവ്യമായ ശംഖുകളാണ് എന്ന് പറഞ്ഞു. അതേപോലെ തന്നെ ഇവിടെ പറഞ്ഞു പൗണ്ട്രം ദധമൗ മഹാശംഖം, മഹാശംഖമാണ്, വളരെ വലിയ ശംഖാണ്. ആ ശംഖിനെയും ഭീമൻ ഉച്ചത്തിൽ വിളിച്ചു, ആ വലിയ ശംഖം വിളിച്ചു. അപ്പോൾ പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ട്രം ദധമൗ മഹാശംഖം ഭീമകർമ്മ മൃഗോദര. ശ്രീകൃഷ്ണ ഭഗവാൻ പാഞ്ചജന്യം എന്ന ശംഖും അർജുനൻ ദേവദത്തം എന്ന ശംഖും എന്ത് കാര്യങ്ങളും കഠിനമായ കാര്യങ്ങളും കർമ്മങ്ങളും ചെയ്യുവാൻ കഴിവുള്ളവനായിരിക്കുന്ന ഭീമസേനൻ പൗണ്ട്രം എന്ന് പറയുന്ന ആ വലിയ ശംഖും വിളിച്ചു അല്ലെങ്കിൽ മുഴക്കി എന്നർത്ഥം. പിന്നീട് അടുത്ത ശ്ലോകം എന്താണ്? അപ്പൊ ഇവരത് വിളിച്ചു കഴിഞ്ഞപ്പോൾ പാണ്ഡവപക്ഷത്തെ മറ്റുള്ളവരുമായി അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്യകശ്ച പരാജിത ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദധമൗ പൃഥക് പൃഥക്. എന്താണ്? ഹേ അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണിപുഷ്പകൗ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വകീശ്ച പരാജിത ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശഃ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദധമൗ പൃഥക് പൃഥക്. ഇവിടെ അവസാനത്തെ ശ്ലോകത്തിന്റെ ആദ്യത്തെ വരിയിൽ പൃഥിവീപദേ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതാരാണ്? സഞ്ജയൻ ഇദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടെ നടക്കുന്നത്. അപ്പൊ പൃഥിവീപദേ എന്ന് പറഞ്ഞാൽ രാജാവ്. ഹേ പൃഥിവീപദേ ആരാണ്? അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ എന്നാണ്. അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ അങ്ങ് കേട്ടുകൊള്ളൂ. അനന്തവിജയ അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ കണ്ടിന്യൂവേഷനാണ്. അർജുനൻ എന്താണ്, ഭീമൻ എന്താണ്, കൃഷ്ണൻ എന്താണ്, അതിനു മുമ്പ് നടന്നതൊക്കെ പറഞ്ഞുകൊണ്ടിട്ട് അനന്തവിജയം രാജാവായിരിക്കുന്ന കുന്തിപുത്രോ യുധിഷ്ഠിരൻ ധർമ്മപുത്രന് രാജാവാണ്. ദുര്യോധനനും ധർമ്മപുത്രനായിരിക്കുന്ന യുധിഷ്ഠിരനും രാജാവാണ്. അതുകൊണ്ടാണ് രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര, കുന്തിപുത്രനായിരിക്കുന്ന രാജാവുമായിരിക്കുന്ന യുധിഷ്ഠിരന്റെ കയ്യിലുള്ള ശംഖിന്റെ പേരാണ് അനന്തവിജയം. അനന്തവിജയം എന്നുള്ള ശംഖ് അദ്ദേഹം ഊതി എന്നുള്ളതാണ്. നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ. നകുലനും സഹദേവശ്ച സഹദേവനും സുഘോഷമണിപുഷ്പകൗ സുഘോഷം മണിപുഷ്പകം എന്ന ശംഖുകളെയും, അതായത് നകുലന്റെ ശംഖിന്റെ പേരാണ് സുഘോഷം, സഹദേവന്റെ ശംഖിന്റെ പേരാണ് മണിപുഷ്പകം എന്നാണ്. മണിപുഷ്പകൗ അവർ രണ്ടുപേരും അതിനെയും ശംഖുകളെയും. പിന്നീടോ കാശ്യശ്ച പരമേശ്വാസ വളരെ ശ്രേഷ്ഠനായിരിക്കുന്ന വില്ലാളി വീരനായിരിക്കുന്ന അല്ലെങ്കിൽ മഹാവില്ലാളിയായിരിക്കുന്ന മഹാവീരനായിരിക്കുന്ന കാശ്യശ്ച കാശിരാജാവ്. അതാണ് കാശ്യശ്ച പരമേശ്വാസ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠമായ വില്ലോട് കൂടിയവൻ അല്ലെങ്കിൽ വലിയ വില്ലാളി വീരൻ, മഹാവില്ലാളി വീരൻ എന്നൊക്കെ അർത്ഥം. കാശ്യശ്ച വില്ലാളി വീരനായിരിക്കുന്ന കാശിരാജാവ്. അതേപോലെ ശിഖണ്ഡീജ മഹാരഥൻ, അത് വളരെ യുദ്ധത്തിൽ വളരെ നിപുണനായിരിക്കുന്ന മഹാരഥിയായിരിക്കുന്ന ശിഖണ്ഡി. പിന്നീടോ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വികശ്ച പരാജിത. ദൃഷ്ടദ്യുമ്നൻ അതാരാണ്? ദ്രുപദപുത്രനാണ്, കഴിവുള്ളയാളാണ്. അതേപോലെ തന്നെ വിരാടൻ എന്ന് പറയുന്ന രാജാവ് ഈ 14 വർഷം ഇവര് ഒളിവിൽ കഴിഞ്ഞല്ലോ. ഈ ഒളിവിൽ കഴിയുന്ന കാലത്ത് പാണ്ഡവന്മാര് ഒളിവിൽ കഴിയുമ്പോൾ വിരാട രാജാവിൻ്റെ സദസ്സിൽ ഒരുപാട് ഒളിവിൽ കഴിഞ്ഞു എന്നുള്ളതൊക്കെയാണ്. അവിടെ നിന്നാണ് അർജുനൻ
നൃത്തം പഠിച്ച കഥകളുമൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ വിരാടൻ അജ്ഞാതവാസക്കാലത്ത് പാണ്ഡവർക്ക് ആശ്രയം നൽകിയ രാജാവാണ്. അജ്ഞാതവാസം അവസാനം ഒരു വർഷം മറ്റോ ഉണ്ടായിരുന്നുള്ളൂ എന്നല്ലേ കഥ. അപ്പോൾ അജ്ഞാതവാസക്കാലത്ത് വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിലായിരുന്നു. അങ്ങനെയാണല്ലോ ഭീമൻ വലിയ എന്താണ് കുക്കായിട്ട് നളനെ പോലും തോൽപ്പിക്കാൻ കഴിവുള്ള ആളാണ് ഭീമൻ എന്നാണ് ആഹാരം പാചകം ചെയ്യുന്നതിൽ. അവിടെ ചെയ്ത് കണ്ടതായിട്ടാണ് വിരാടൻ്റെ സദസ്സിൽ വിരാട രാജാവിൻ്റെ കൊട്ടാരത്തിൽ അങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. അപ്പം ഇവിടെ പറയുന്നത് പിന്നീടോ കാശ്യശ്ച പരമേശ്വാസ ശിഖണ്ഡീജ മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വികിശ്ച അപരാജിത. വളരെ സാത്വികയും, അദ്ദേഹം യാദവ രാജാവായിരിക്കുന്ന സാത്വികയും അപരാജിത എന്നാണ്. എന്താണ് അപരാജിത? ഒരിക്കലും തോൽപ്പിക്കുവാൻ കഴിയാത്തവനായിരിക്കുന്ന, അല്ലെങ്കിൽ അപജയം വരാത്തവനായിരിക്കുന്ന, അല്ലെങ്കിൽ പരാജയം വരാത്തവനായിരിക്കുന്ന സാത്വികിയും എന്നാണ്. സാത്വികശ്ചാപരാജിത, സാത്വികിശ്ച അപരാജിത, സാത്വികശ്ചാപരാജിത, അപരാജിതനായിരിക്കുന്ന, അപജയം വരാത്തവനായിരിക്കുന്ന, അല്ലെങ്കിൽ പരാജയം സംഭവിക്കുവാൻ പറ്റാത്തതായിരിക്കുന്ന സാത്വികിയും എന്നർത്ഥം. പിന്നീടോ ദ്രുപദശ്ച, ദ്രുപദോ ദ്രൗപദേയാശ്ച, ദ്രുപദൻ. പിന്നീടോ ദ്രുപദൻ ദ്രൗപദേയാശ്ച, ദ്രൗപദിയുടെ പുത്രന്മാരും. അതുകൂടാതെയോ സർവശ പൃഥിവീപതേ, സർവശ ഇവരെല്ലാവരും. അപ്പൊ ഇതിനു മുമ്പ് ഇത് കൂടാതെ രണ്ടുപേരും കൂടെ ഉണ്ട്, ഇനി പറയുന്നുണ്ട്, അല്ല ഒരാളും കൂടെ ഉണ്ട്. സുഭദ്രശ്ച മഹാബാഹു, സുഭദ്രശ്ച സുഭദ്രാപുത്രനായിരിക്കുന്ന ആരാണ്? അഭിമന്യു. സുഭദ്രശ്ച സുഭദ്രാപുത്രനായിരിക്കുന്ന അഭിമന്യു. അപ്പം അനന്തവിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര, അനന്തവിജയം എന്ന ശംഖോടുകൂടി കുന്തിപുത്രനായിരിക്കുന്ന രാജാവായിരിക്കുന്ന ധർമ്മപുത്രനും നകുല സഹദേവശ്ച, നകുലനും സഹദേവനും സുഘോഷവും മണിപുഷ്പക എന്ന ശംഖും. അതേപോലെ തന്നെ കാശ്യശ്ച പരമേശ്വാസ, മഹാവിലാളി വീരനായിരിക്കുന്ന കാശിരാജാവ്, മഹാരഥനായിരിക്കുന്ന ശിഖണ്ഡി, അതേപോലെ തന്നെ ദ്രുപദപുത്രനായിരിക്കുന്ന ദൃഷ്ടദ്യുമ്നൻ, വിരാട രാജാവ്, ഒരിക്കലും തോൽപ്പിക്കുവാൻ പറ്റാത്തവനായിരിക്കുന്ന സാത്വികി, അതേപോലെ തന്നെ ദ്രുപദ രാജാവ്, ദ്രൗപദേയാശ്ച ദ്രൗപദിയുടെ പുത്രന്മാര്, സുഭദ്രയുടെ പുത്രനായിരിക്കുന്ന അഭിമന്യു, സർവശ പൃഥ്വീപതേ ഇവരെല്ലാവരെയും എന്താണ് ഇവർ ചെയ്തത്? ശംഖാൻ ദധമോ പൃഥക്. ഇവരെല്ലാവരും അവരുടെ ശംഖുകള് വേറെ വേറെ വിളിച്ചു എന്നർത്ഥം. പൃഥക് എന്നാണ്, വെവ്വേറെ. അപ്പൊ എല്ലാവരുടെ കയ്യിലും ശംഖുണ്ട്, എല്ലാവരും അവർ ശംഖ് വിളിച്ചു തുടങ്ങി എന്നർത്ഥം. ഭീഷ്മര് ശംഖ് വിളിച്ചു, അത് കൗരവന്മാരെല്ലാവരും ശംഖും പെരുമ്പറകളും വിളിച്ചു. അവിടെ മുഴുവൻ യുദ്ധം കോലാഹലമായി. അത് കഴിഞ്ഞ് പാണ്ഡവ സൈന്യവും ശംഖുകൾ മുഴക്കി എന്നാണ് അർത്ഥം. എന്നിട്ടോ സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത്. സഘോഷോ എന്നാണ്, സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത്. നഭശ്ച പൃഥിവീം ചൈവ തുമുലോഭ്യനുനാദയൻ. സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത്. നഭശ്ച പൃഥിവീം ചൈവ തുമുലോഭ്യനുനാദയൻ. അപ്പോൾ വിവിധ ശംഖുകളിൽ നിന്ന്, അപ്പോൾ തുമുല എങ്ങും നിറഞ്ഞതായിരിക്കുന്ന സഘോഷ ആ ശബ്ദം, വിവിധ ശംഖുകളിൽ നിന്നും ഉണ്ടായിരിക്കുന്ന ആ ശബ്ദം എങ്ങും നിറഞ്ഞിരിക്കുന്നതാണ് തുമുല. സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യദാരയത്. നഭശ്ച എന്ന് പറഞ്ഞാൽ ആകാശത്തെയും, പിന്നീടോ പൃഥ്വി എന്ന് പറഞ്ഞാൽ ഭൂമി, ആകാശത്തെയും പൃഥിവിയെയും. പൃഥിവീ ചൈവ തുമുലോഭ്യനുനാദയൻ. തുമുല എങ്ങ്, അപ്പം ആകാശത്തും ഭൂമിയിലും ആകാശത്തും തുമുല എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായിരിക്കുന്ന സഘോഷ ആ ശബ്ദം എന്താണ്? അനുനാദയൻ, ആ പ്രതിധ്വനിയാല് വ്യാപിച്ചു. അനുനാദയൻ എല്ലായിടത്തും പ്രതിധ്വനിക്കുകയാണ്. നമ്മൾ എക്കോ വരുമല്ലോ, ഒന്ന് ശബ്ദം കേട്ട് കഴിഞ്ഞാൽ അപ്പം ഇങ്ങനെ നിൽക്കാതെ പ്രകമ്പനം കൊള്ളുന്നു എന്നർത്ഥം. അങ്ങനെ മാറ്റൊലി കൊള്ളിച്ചുകൊണ്ട്, അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് സഘോഷോ ധാർത്തരാഷ്ട്രാണ
ഹൃദയാനി വ്യധാരയത്. വ്യധാരയത് എന്നാൽ പിളർന്നുപോയി എന്നാണ്. ധാർത്തരാഷ്ട്രാണാം, ധൃതരാഷ്ട്രയുടെ പുത്രന്മാർക്ക്, അതായത് 100 കൗരവന്മാർക്ക് അല്ലെങ്കിൽ കൗരവസേനയുടെ ഹൃദയാനി, ഹൃദയം, വ്യധാരയത്, പിളർന്നുപോയി എന്നാണ്. അപ്പോൾ കൗരവന്മാരുടെ ശംഖുകളും പെരുമ്പറകളും ഗോമുഖങ്ങളുടെ ശബ്ദങ്ങളും എല്ലാം തുമുലോ എന്ന് പറഞ്ഞു, ശബ്ദം എല്ലായിടത്തും എത്തി. പക്ഷെ അത് കേട്ടിട്ട് പാണ്ഡവരുടെ ഹൃദയം എങ്ങും തന്നെ തളർന്നു എന്നോ അല്ലെങ്കിൽ അത് വിറങ്ങലിച്ചു എന്നോ പിളർന്നു എന്നോ എന്നും ഒരു ശ്ലോകത്തിലും കണ്ടില്ല. പക്ഷെ പാണ്ഡവ സൈന്യത്തിലെ പ്രഗത്ഭന്മാരായ ആൾക്കാരുടെ ശംഖുവിളികൾ കേട്ട് എന്താണ്, കൗരവരുടെ ഹൃദയം പിളർന്നു എന്നാണ്. അപ്പോൾ ഒരു 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 മഹാവിപത്തിൻ്റെ കാണിക്കുകയാണ്. അപ്പോൾ പരമദിവ്യ പുരുഷോത്തമനായിരിക്കുന്ന കൃഷ്ണൻ അഭയം പ്രാപിച്ചിരിക്കുന്ന പാണ്ഡവർക്ക് യാതൊന്നും തന്നെ നഷ്ടപ്പെടുകയില്ല എന്നും കൗരവർക്ക് എല്ലാം തന്നെ നഷ്ടപ്പെടും എന്നൊരു സൂചനയാണ് ഹൃദയാനി വ്യധാരയത്. സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോഭ്യനനുനാദയൻ. അനുനാദയൻ എന്ന് പറഞ്ഞാൽ മാറ്റൽ കൊള്ളിച്ചുകൊണ്ട് അല്ലെങ്കിൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, ധാർത്തരാഷ്ട്രാണാം, ധൃതരാഷ്ട്രയുടെ പുത്രന്മാർക്ക്, ഹൃദയാനി, ഹൃദയത്തെ, വ്യധാരയത്, പിളർന്നു അല്ലെങ്കിൽ അതിനെ നശിപ്പിച്ചു എന്നൊക്കെയാണ് ചെയ്യേണ്ടത് അർത്ഥം. നഭശ്ച ആകാശം, പൃഥിവി, തുമുലോ ശബ്ദം, ആ എങ്ങും നിറഞ്ഞുതിരിക്കുന്നതായിരിക്കുന്ന സഘോഷ ആ ശബ്ദം. ഇതെങ്ങനെയൊക്കെയാണ് ആ വാക്കുകളുടെ അർത്ഥം. അപ്പോൾ വിവിധ ശംഖങ്ങളിൽ നിന്നും ഉയർന്നുതിരിക്കുന്നതായിരിക്കുന്ന ആ നാദഘോഷം ഭൂമിയെയും ആകാശത്തെയും എല്ലായിടത്തും പ്രതിധ്വനിച്ചു. അത് വ്യാപിച്ച് എല്ലായിടവും ദിക്കുകളിലെല്ലാം പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ധൃതരാഷ്ട്രയുടെ പുത്രന്മാരുടെ ഹൃദയത്തെ പിളർന്നു എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം. നമുക്ക് ഒരു ശ്ലോകം കൂടെ എടുത്ത് നിർത്താം. അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവ ഹൃഷീകേശം തഥാ വാക്യം ഇതമാഹ മഹീപതേ. അപ്പം സഞ്ജയൻ ഇദ്ദേഹത്തോടെ കൂടെ പറഞ്ഞു നിർത്തുകയാണ് ഇവിടെ. എന്താണ്? അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ്യ പാണ്ഡവ ഹൃഷീകേശം തഥാ വാക്യം ഇതമാഹ മഹീപതേ. മഹീപതേ എന്നാണ്. മഹി എന്നാൽ ഭൂമി, ഭൂമിക്ക് പതിയായിരിക്കുന്നവൻ. അതാരാണ്? ഭൂമിയുടെ പതി, രാജാവ്. അപ്പം മഹീപതേ, അല്ലയോ രാജാവേ, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ എന്ന് സഞ്ജയൻ പറയുകയാണ്. അധ, അതിനുശേഷം. ഏതിനു ശേഷം? നമ്മളിതിനു മുമ്പെല്ലാം കേട്ടു, ശംഖുവിളികളും ബഹളവും എല്ലാം കേട്ടു. ഇതെല്ലാം കേട്ടിട്ട് ഹൃദയം പിളർന്നു നിൽക്കുന്ന കൗരവന്മാരുടെ അവസ്ഥയെ പറ്റി പറഞ്ഞു. അതിനുശേഷം അധ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ, അല്ലയോ മഹാരാജാവേ, ശസ്ത്രസമ്പാദേ, ശസ്ത്രസമ്പാദേ പ്രവൃത്തേ, ശസ്ത്രസമ്പാദേ അല്ലെങ്കിൽ ശസ്ത്രസമ്പാദേ പ്രവൃത്തേ, ആയുധ പ്രയോഗകാലം വന്നപ്പോൾ എന്നർത്ഥം. ശസ്ത്രസമ്പാദേ എന്ന് പറഞ്ഞാൽ ആയുധ പ്രയോഗകാലം, സമ്പാദേ വന്നപ്പോൾ എന്ന് വെച്ചാൽ എന്താണ്? യുദ്ധം ചെയ്യാനായപ്പോൾ എന്നർത്ഥം, യുദ്ധത്തിന് തയ്യാറായപ്പോൾ എന്നർത്ഥം. അപ്പോൾ കപിധ്വജ, കപി എന്ന് പറഞ്ഞാൽ ആരാണ്? ഇവിടെ ഹനുമാൻ സ്വാമിയാണ്. കപി എന്ന് പറഞ്ഞാൽ കുരങ്ങ് എന്നാണ് മലയാളത്തിൽ പഠിക്കുന്നത്. അപ്പം കപി എന്ന് പറയുന്നത് ഹനുമാനാണ്, ധ്വജം. അപ്പം കപിധ്വജം എന്ന് പറയുന്നത് ഈ ഒരു രഥം പറഞ്ഞു, ആ രഥത്തിൻ്റെ കൊടിയാണ്. ആ കൊടിയിൽ ഇരിക്കുന്നവനായിരിക്കുന്ന, ആ കൊടിയിൽ ആന ഇരിക്കുന്നത് ഹനുമാൻ സ്വാമി. അപ്പോൾ ഒന്ന് ആലോചിക്കണം, ഹനുമാൻ സ്വാമി കൂട്ടത്തിലുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അർജുനന് വിജയം സുനിശ്ചിതമാണ്. കാരണം ശ്രീരാമചന്ദ്രന്റെ വിജയത്തിന് മുഴുവൻ കാരണഭൂതനായി തീർന്നത് സാക്ഷാൽ ഹനുമത് സ്വാമിയാണ്. സീതാദേവിയായിരിക്കുന്ന ലക്ഷ്മി ആയിരിക്കുന്ന സമ്പത്തിൻ്റെ കാരകയായിരിക്കുന്ന സീതാദേവിയും കൂട്ടത്തിലുണ്ട്. സീതാദേവിയുടെ അനുഗ്രഹത്തോട് കൂടിയിരിക്കുന്ന സാക്ഷാൽ ഹനുമൻ, രാമൻ്റെയും അല്ലെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹവും എപ്പോഴുമുള്ള അതിശക്തവാനായിരിക്കുന്ന ബലവാനായിരിക്കുന്ന ഹനുമാൻ കൂട്ടത്തിലുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ത്രേതായുഗത്തിൽ രാമൻ്റെ വിജയത്തിന് മുഴുവൻ കാരണഭൂതനായിരിക്കുന്ന ഹനുമാൻ ഇവിടെ ഈ കാലഘട്ടത്തിൽ ദ്വാപരയുഗത്തിൽ അർജുനനോടൊപ്പം ആ തേരിൻ്റെ മുകളിൽ ഉണ്ട്. അതാണ് കപിധ്വജം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായി?
ഇപ്പോൾ അർജുനന്റെ രഥത്തിൽ അദ്ദേഹത്തെ സഹായിക്കുവാൻ സാക്ഷാൽ ഹനുമാനും എത്തിയിട്ടുണ്ട് എന്നാണ്. ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെ രാമൻ അല്ലേ? ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ആ കൃഷ്ണേന രജസ, ഏതൊന്നിനെയാണോ ആകർഷിക്കുന്നത് അത് തന്നെയാണ് കൃഷ്ണൻ. അതാണ് സാക്ഷാൽ രാമനും അല്ലേ? എന്താണ് മുനിമാരെന്തിലാണോ രമിക്കുന്നത് അതാണ് രാമൻ എന്ന് പറയുന്നത്. അത് ഇതിലാണ് പരമമായ ബ്രഹ്മത്തിൽ, അതാണ് കൃഷ്ണൻ എന്നുള്ളത്. അതാണ് അതുകൊണ്ടാണ് രാമൻ എന്ന് പറയുന്നത്. കൃഷ്ണനും രാമനും എല്ലാം ഒന്നാണ്. മുനിമാര് എന്തൊന്നിനെയാണോ രമിക്കുന്നത് അതാണ് രാമൻ. കൃഷ്ണൻ എന്തൊന്നിനെയാണോ ആകർഷിക്കുന്നത് കൃഷ്ണൻ. ഇതെല്ലാം ആ പരമമായ പരബ്രഹ്മം സച്ചിദാനന്ദ രൂപനായിരിക്കുന്ന ഭഗവാൻ കൃഷ്ണനെയാണ് ഇവിടെ പറയുന്നത്. അപ്പൊ എന്താണ്? അഥ വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ കണ്ടിട്ട്, അധവ്യവസ്ഥിതാൻ. അപ്പൊ അധവ്യവസ്ഥിതാൻ, എങ്ങനെ വ്യവസ്ഥിതാൻ? ശസ്ത്രസമ്പാദേ പ്രവൃത്തെ, യുദ്ധം ചെയ്യുവാൻ സന്നദ്ധനായിട്ട്, അമ്പയ്യുവാനായിട്ട് ആരംഭിക്കുന്നതിനായിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്തു. അമ്പും വില്ലും ഒക്കെ അങ്ങോട്ട് എടുത്തിട്ട് തയ്യാറായിട്ട് അധവ്യവസ്ഥിതാൻ ആണ് യുദ്ധം ചെയ്യുവാനായിട്ട് അർജുനൻ അങ്ങോട്ട് തുടരുകയാണ്. അങ്ങ് തുടങ്ങും. അപ്പോഴാണ് എങ്ങനെ? ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്ദുമ്യ, ധനു വില്ല് ഉദ്ദുമ്യ എടുത്ത്, ധനു എടുത്ത് അങ്ങോട്ട് കുലക്കിയാണ്. വില്ല് കുലക്കണമല്ലോ. അപ്പൊ ധനുരുദ്യമത്തിന് വേണ്ടി ആ ധനുസ് കൊണ്ട് അങ്ങോട്ട് വില്ല് അമ്പയ്യാനായിട്ട് ധനുസ് അങ്ങോട്ട് എടുത്തു. പിന്നീട് ഉദ്യമ എടുത്തിട്ട് നിൽക്കുന്ന സമയത്ത് ഋഷീകേശം തഥാ വാക്യം ഇതമാഹ മഹീപതേ. അപ്പോൾ ഋഷീകേശം കൃഷ്ണനോട്, അപ്പൊ ഇവിടെ വേറെന്ന് പറഞ്ഞു, ധാർത്തരാഷ്ട്രാൻ ദൃഷ്ട്വ അങ്ങനെ കണ്ടിട്ട്. ആരെ? ധാർത്തരാഷ്ട്രാൻ, ധൃതരാഷ്ട്രകുമാരന്മാരെ കണ്ടിട്ട് വില്ലും അമ്പും എടുത്ത് ഉയർത്തിപ്പിടിച്ച് യുദ്ധം ചെയ്യുവാൻ തയ്യാറായി. തഥാ അപ്പോൾ വാക്യം ഇതം ആഹ മഹീപതേ, തഥാ വാക്യം. അപ്പോൾ ഋഷീകേശം ശ്രീകൃഷ്ണ ഭഗവാനോട് ഇതം വാക്യം ആഹ, ഈ വാക്കിനെ പറഞ്ഞു എന്നാണ്. ആര്? അർജുനൻ അല്ലേ? അപ്പോ അല്ലയോ രാജാവേ, അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ആയുധം പ്രയോഗിക്കുന്നതിന് തയ്യാറായിട്ട് അമ്പും വില്ലും എടുത്ത് ധൃതരാഷ്ട്രപുത്രന്മാരെ കണ്ടുകൊണ്ട് കപിധ്വജനായിരിക്കുന്ന ആ രഥത്തിൽ നിന്നുകൊണ്ട് അർജുനൻ യുദ്ധം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്നു. അത് അങ്ങനെ നിൽക്കുമ്പോൾ തനിക്കെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന ദുര്യോധനകളെ കണ്ടു, ഉയർത്തിപ്പിടിച്ച വില്ലുമായിട്ട്. അപ്പൊ അർജുനനും എടുത്തു, മറ്റവരെല്ലാം എടുത്ത് നിൽക്കുകയാണ്. അവരെല്ലാം തനിക്കെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട്, പാണ്ഡവർക്കെതിരെ യുദ്ധം ചെയ്യുവാനായിട്ട് അവരുമെല്ലാം വില്ലുകൾ എടുത്തു. പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ആ യുദ്ധം ചെയ്യുവാൻ തയ്യാറായിട്ട് ആയുധങ്ങളുമെല്ലാം ഉയർത്തി. അങ്ങനെയുള്ള ആ ദുര്യോധനകളാളെ കണ്ടിട്ട് ശ്രീകൃഷ്ണ ഭഗവാനോട് തഥാ വാക്യം ഇതമാഹ മഹീപതേ, കൃഷ്ണനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പൊ എങ്ങനെ പറഞ്ഞു എന്നുള്ളത് അർജുന ഉവാചയാണ്. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. അപ്പൊ ഇത്രയും വിചാരിച്ചാൽ മതി. എന്താണ് ഇവിടെ നിന്നോട്ടാണ് ഇനി വിഷാദയോഗം തുടങ്ങുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ ആ കുരുക്ഷേത്ര യുദ്ധക്കളത്തിലെ ഒരു സൈന്യ നിരീക്ഷണം വരെ നാം ആയിട്ടുള്ളൂ. അർജുന വിഷാദയോഗമാണിത്. അപ്പോൾ ഒരു നിരീക്ഷണം 20 ശ്ലോകങ്ങളിലൂടെ നമ്മൾ ആ യുദ്ധക്കളത്തിൻ്റെ നിരീക്ഷണം, നമ്മൾ ആ യുദ്ധക്കളം എന്താണ് എന്ന് മനസ്സിലാക്കി. ധൃതരാഷ്ട്രം മനസ്സിലാക്കി, സഞ്ജയനിലൂടെ നമ്മൾ മനസ്സിലാക്കി. അധവ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ ധനുരുദ്ദുമ്യ പാണ്ഡവ ഋഷീകേശം തഥാ വാക്യം ഇതമാഹ മഹീപതേ. അപ്പോൾ അല്ലയോ ധൃതരാഷ്ട്ര മഹാരാജാവേ, ആയുധം പ്രയോഗിക്കുന്ന സമയമായപ്പോൾ, യുദ്ധം ചെയ്യുവാൻ തയ്യാറായപ്പോൾ ആ കപിധ്വജനായ അർജുനൻ, ഏത് കപിധ്വജന്റെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, യുദ്ധം ചെയ്യുവാൻ തയ്യാറായി. അങ്ങനെ നിൽക്കുന്ന ആ ദുര്യോധനകളെ, യുദ്ധം ചെയ്യുവാൻ തയ്യാറായി നിൽക്കുന്ന ദുര്യോധനാദികൾ, ധാർത്തരാഷ്ട്രം ധാർത്തരാഷ്ട്രാണം കണ്ടിട്ട് വില്ലുയർത്തിപ്പിടിച്ചു. ധനുരുമ്യ, വില്ലങ്ങോട്ട് എടുത്ത് ഉയർത്തിപ്പിടിച്ചു. എന്നിട്ടൊരു സംശയം മനസ്സിൽ വന്നു. അപ്പൊ എന്താണ്? ഇതമാഹ മഹീപതേ, ഋഷീകേശത്തിനോട് ഇങ്ങനെ പറഞ്ഞു എന്നാണ്. അപ്പൊ നമുക്ക് ഇന്ന് 11 തൊട്ട് 20 വരെയുള്ള 9 ശ്ലോകങ്ങളാണ് നമ്മൾ പഠിച്ചത്. നമുക്കൊന്ന് എല്ലാവരും കൂടെ ഒന്ന് ചൊല്ലി നോക്കാം. എല്ലാവർക്കും ചൊല്ലാൻ താല്പര്യമുള്ളവർ ചൊല്ലിയാൽ എളുപ്പം. പെട്ടെന്ന് മ്യൂട്ട് മാറ്റി ചൊല്ലാൻ തയ്യാറുണ്ടോ? സാർ ചൊല്ലിക്കോളൂ. ആദ്യം
രണ്ട് മൂന്ന് ശ്ലോകങ്ങൾ, ഉണ്ണികൃഷ്ണ സാറ്, കവിത ചേച്ചി 2-3 ശ്ലോകങ്ങൾ, പിന്നെ ആരെങ്കിലും ഒക്കെ ചൊല്ലാൻ ഉള്ളവർ മുമ്പോട്ട് വരണം. ഇന്ന് ഞാനിത് പറഞ്ഞു. ഇന്ന് ഇന്നെടുത്ത മാത്രം ഇന്ന് ചൊല്ലാൻ പറ്റില്ല. മതി 11 തൊട്ട് ഇന്നെടുത്തത് മാത്രം ചൊല്ലും. മതി സാർ. എന്തോ 11 തൊട്ട് 20 വരെയാണ് നമ്മൾ ഇന്ന് 12 പഠിച്ചത്. അല്ല 12 തൊട്ട് 12 ആ തൊട്ട് 12 തൊട്ട് 20 വരെ ആ ശ്ലോകങ്ങളാണ്. 11 തൊട്ട് ചൊല്ലിക്കോളൂ. അവിടെ നിന്നാണ് അതിന്റെ തുടക്കം. അയനേ അയനേഷു അയനേഷു ച സർവേഷു. ഞാൻ ചൊല്ലുവാണോ? ഏതാ? ആയിക്കോട്ടെ. അവിടെ തൊട്ടാ സാറ് ചൊല്ലിക്കോളൂ, ഉണ്ണി സാറ് ചൊല്ലിക്കോളൂ, ബാക്കി എല്ലാവരും മ്യൂട്ട് ചെയ്തോളൂ. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി തസ്യ സഞ്ജനയൻ ഹർഷൻ കുരു വൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോശ്ചേ ശംഖം ദത്മൗ പ്രതാപവാൻ തതഃ ശംഖാശ്ച ഭൈര്യശ്ച പണവാനക ഗോമുഖാ സഹസൈവാപ്യഹന്യന്ത സശബ്ദസ്തു മൂലോഭവത് തതഃ ശ്വേതൈർഹയൈർയുക്തൈ മഹതി സ്യന്ദനെ സ്ഥിതൗ മാധവാ പാണ്ഡവാശ്ചൈവ ദിവ്യൗ ശംഖൗ പ്രദത്മധോ പാഞ്ചജന്യം ഹൃഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദത്മൗ മഹാശംഖം ഭീമകർമാ മൃഗോദര അനന്ത വിജയം രാജ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവശ്ച സുഘോഷമണി പുഷ്പകൗ കാശശ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥ ദൃഷ്ടദ്യുമ്നോ വിരാടശ്ച സാത്വികശ്ച പരാജിത ദ്രുപദോ ദ്രൗപദേയാശ്ച സർവശ പൃഥിവീപദേ സൗഭദ്രശ്ച മഹാബാഹു ശംഖാൻ ദത്മൗ പൃഥക് പൃഥക് സഘോഷോധാർത്രരാഷ്ട്രാണാം ഹൃദയാനി വ്യധാരയത് നഭശ്ച പൃഥിവീം ചൈവ തുമുലോ വ്യനുനാദയൻ അത വ്യവസ്ഥിതാൻ ദൃഷ്ട്വാ ധാർത്രരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തെ ശസ്ത്രസമ്പാദേ തനുരുദ്യമ്യ പാണ്ഡവ ഋഷീകേശം തഥാ വാക്യം ഇതമാഹ മഹീപദേ. ഇനി കവിത ചേച്ചി ചൊല്ലു. അയനേഷു ച സർവേഷു യഥാ ഭാഗമവസ്ഥിതാ ഭീഷ്മമേവാഭിരക്ഷന്തു ഭവന്തഃ സർവ ഏവ ഹി അസ്യ സഞ്ജനയൻ ഹർഷം കുരു വൃദ്ധ പിതാമഹ സിംഹനാദം വിനദ്യോച്ചൈ ശംഖം ദദ്മൗ പ്രതാപവാൻ തതഃ ശംഖാഞ്ച ഫേര്യച്ഛ പണവാനാഗ ഗോമുഖാ സഹസൈവാഭ്യഹന്യന്ത സശബ്ദസ്തു മുലോഭവത് തതഃ ശ്വേതൈർഹയൈർയുക്തേ മഹതി സ്യന്ദനെ സ്ഥിതൗ മാധവാ പാണ്ഡവാ ചൈവ ദിവ്യൗ ശംഖൗ പ്രദസ്മദോ പാഞ്ചജന്യം ഋഷീകേശോ ദേവദത്തം ധനഞ്ജയ പൗണ്ഡ്രം ദദമൗ മഹാശംഖം ഭീമകർമാ മൃഗോദരാ അനന്ത വിജയം രാജാ കുന്തിപുത്രോ യുധിഷ്ഠിര നകുല സഹദേവച്ഛ സുഘോഷമണി പുഷ്പകൗ കാശ്യഞ്ച പരമേശ്വാസ ശിഖണ്ഡീ ച മഹാരഥ ദൃഷ്ടിദ്യുമ്നോ വിരാടഞ്ച സാത്യകിച്ഛാവരാജിത ദ്രുപദോ ദ്രൗപദേയാച്ച സർവസ്യ പൃഥിവീപദേ സൗഭദ്രഞ്ച മഹാബാഹു ശംഖാന്തമോ പൃഥക് പൃഥക് സഘോഷോ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വൃധാരയൽ നഭഞ്ച പൃഥ്വീം ചൈവ തുമൂലോ വ്യനുനാദയൻ അത വ്യവസ്ഥാൻ ദൃഷ്ട്വാ ധാർത്തരാഷ്ട്രാൻ കപിധ്വജ പ്രവൃത്തേ ശസ്ത്രസമ്പാദേ ധനുരുദ്യമ പാണ്ഡവാ ഋഷീകേശം തഥാ വാക്യം ഇതമാഹ മഹീപദേ. ജയശങ്കര. അത് ഈ അനുനാദയൻ എന്നാണ്. അപ്പൊ അത് ഈ ഒന്നിച്ച് അവിടെ എഴുതുന്നതുകൊണ്ടാണ് തുമുലോഭ്യനുനാദയൻ എല്ലാവരും വായിക്കുന്നത്. ഉനാദയനല്ല,
തുലോഭ്യൻ അനുനാദയൻ എന്നാണ്. അനുനാദയൻ എന്ന് വെച്ചാൽ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട്, മാറ്റൊലി കൊള്ളിച്ചുകൊണ്ട്. കേട്ടോ, അവിടെ തിരുത്തൊന്നും വേണ്ട, ഒന്ന് എഴുതിയിട്ടാൽ മതി സൈഡിൽ. കാരണം പല മലയാള പുസ്തകങ്ങളും സംസ്കൃതത്തിൽ നിന്ന് എഴുതിയിരിക്കുന്നതിൻ്റെ ഒരു പ്രത്യേകത കൊണ്ടാണത്. ഓക്കെ, നമുക്ക് ഇന്നത്തെ സമയമായിരിക്കുന്നു. ആർക്കെങ്കിലും ഒന്നുകൂടെ ചൊല്ലണം താല്പര്യമുണ്ടെങ്കിൽ ആവാം. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം മനസ്സിലാവുന്നുണ്ടെന്ന് ഞാനങ്ങ് ചിന്തിക്കുകയാണ് കേട്ടോ. ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ അത് പറയണം. അർത്ഥം മനസ്സിലാവുന്നില്ല, അല്ലെങ്കിൽ വാക്കുകളുടെ അർത്ഥം മനസ്സിലാവുന്നില്ല, സന്ദർഭം മനസ്സിലാവുന്നില്ല, വാക്യാർത്ഥം മനസ്സിലാവുന്നില്ല, എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും രീതിയിൽ ഞാൻ പറയുന്ന അർത്ഥമല്ലാത്ത മറ്റൊരു ചിന്ത ഉണ്ടെങ്കിൽ അതുകൂടെ പറഞ്ഞാൽ നമുക്ക് ഏവർക്കും അതും സ്വീകരിക്കാം, കേൾക്കാം, മനസ്സിലാക്കാം. ആരും ഒന്നുകൂടെ ചൊല്ലാനില്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ഇവിടെ ആദിശങ്കരാചാര്യ സ്വാമികളുടെ പാദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കാം എന്ന് പ്രാർത്ഥിക്കുന്നു. ജയശങ്കര. ആചാര്യ, ഒരു സംശയം പറയാനുണ്ടായിരുന്നു. പറഞ്ഞോട്ടെ സാറ്. ഞാന് ഫോളോ ചെയ്യുന്നത് ഗോരഖ്പൂർ ഗീതാ പ്രസിന്റെ ഭഗവത്ഗീതയാണ്. അതുകൂടാതെ എൻ്റെ കയ്യിൽ ഉണ്ട്, 2-3 ഉണ്ട്. അതുകൂടാതെ ഒരു നമ്മുടെ ആർഷവിദ്യാ തീർത്ഥത്തിലെ പൂജ്യസ്വാമി ദയാനന്ദ സരസ്വതിജിയുടെ സ്വാമികളുടെ ഒരു 9 വോളിയം ഭഗവത്ഗീത ഉണ്ട്. ഇതിനകത്ത് ആചാര്യ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വ്യനുനാദയൻ എന്ന് തന്നെയാണ് എഴുതിയിരിക്കുന്നത്. വ്യനുനാദയൻ മീൻസ് ഗുഞ്ചാത്തെ ഹുവേ, ശബ്ദം ഉയർത്തിക്കൊണ്ട്. അപ്പോ അനുനാദയൻ ഇത് വ്യക്തമായിട്ട് ക്ലിയർ ആക്കിയിട്ടുണ്ട്, വ്യനുനാദയൻ തന്നെ. ജയശങ്കി മ്യൂട്ടാണ്. അതെ, സത്യത്തിൽ എന്താണ്? ഞാൻ മാറ്റി. താങ്ക് യു. പൃഥിവീംച ഏവ തുമുലോഭ്യ, അഭ്യ എന്നുള്ളതാണ്. തുമുലോ അഭ്യ, അഭ്യ ഇതുണ്ട് സംസ്കൃതത്തില്. തുമുലോഭ്യനുനാദയൻ എന്നാണത്. വ്യനു അല്ല, വ്യനുനാദയൻ എന്നല്ലാതെ അത് പക്ഷേ ഇതിൽ സംസ്കൃതത്തിൽ തന്നെ ഇതിനകത്ത്, അതായത് ഇതില് ഓരോന്ന് കോശ ധാർത്തരാഷ്ട്രാണാം ഹൃദയാനി വ്യതാരയ, ഹൃദയങ്ങളെ നഭ ച പൃഥിവീം ച ഏവ തുമുല വ്യനുനാദയൻ. തുമുല എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയാനക്, പേടിപ്പിക്കുന്നത്. അല്ല, തുമുല എങ്ങും നിറഞ്ഞു നിൽക്കുന്നതായിട്ടുള്ള ശബ്ദത്തെയാണ് തുമുല. ഇവിടെ സഘോഷ എന്ന് പറയുന്നത്, സഘോഷ വളരെ ശബ്ദത്തോ അങ്ങനെ അതിനകത്ത് എഴുതിയിരിക്കുന്നു അല്ലേ? പറഞ്ഞല്ലോ, നമ്മൾ ഏതാണ്ട് പല ഗീതകൾക്കും അനവധി വാക്യങ്ങളും വാച്യാർത്ഥങ്ങളും അനവധി വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അത് ശരിയാണ് സാർ പറഞ്ഞിരിക്കുന്ന, പല പുസ്തകങ്ങളും പല വ്യാഖ്യാനങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ 4-5 ഫോളോ ഞാനും ചെയ്യുന്നത്, ഒന്ന് ശങ്കര വിരചിതമായിരിക്കുന്ന വ്യാഖ്യാനമാണ്, ഇതോടൊപ്പം തന്നെ ചിന്മയാനന്ദന്റെ വ്യാഖ്യാനമാണ്. ഇത് ശങ്കരാചാര്യ സ്വാമികളുടെ ഇതിനെ എടുത്തിട്ടുള്ള. പിന്നെ ആചാര്യ ഒരു കാര്യം കൂടെ പറയാനുണ്ട്. നമ്മൾ ആ രാമായണത്തിൽ ചെയ്തത് മാതിരി നമ്മുടെ ഇതില് ഓരോ ചാപ്റ്റർ കഴിയും തോറും ഐ വുഡ് ലൈക്ക് ടു കണ്ടക്ട് വൺ ക്വിസ്. ഒരാൾ ചോദ്യം തയ്യാറാക്കിയാൽ മതി. ആരെങ്കിലും സാറിന്റെ ചോദ്യം തയ്യാറാക്കി. ഞാൻ തയ്യാറാക്കണം. വളരെ ഗുഡ്, നന്നായി, അത് നന്നായി, അത് ശരിയാവട്ടെ. വെരി ഗുഡ്, വളരെ നന്നായി. മറ്റാർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഇങ്ങനെ സമ്മതിച്ചെങ്കിൽ മാത്രമേ നമുക്ക് അറിയാനൊക്കെയുള്ളൂ. ഇതിന് ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനങ്ങളുണ്ട്. അനവധി ആചാര്യന്മാർക്ക് അന്ന് തന്നെ ഉണ്ണികൃഷ്ണ സാറ് പറഞ്ഞില്ല, അതിനകത്ത് പുച്ഛരസമുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹത്തിൻ്റെ ആ ഒരു വ്യാഖ്യാനങ്ങളിലൂടെ പുച്ഛരസവും അതിനകത്ത് കാണാൻ പറ്റി. പല രീതിയിൽ ഇതിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. കാരണം ഇതിൻ്റെ എൻ്റെ അറിഞ്ഞു കഴിഞ്ഞിട്ടാണ് എല്ലാ വ്യാഖ്യാനങ്ങളും വന്നിരിക്കുന്നത് അല്ലേ? കാരണം ഭഗവത്ഗീത ഉണ്ടായിരിക്കുന്നത് ഒരു ഇതിഹാസമായിരിക്കുന്ന മഹാഭാരത യുദ്ധമാണ്. ആ മഹാഭാരത യുദ്ധത്തിൻ്റെ എൻഡ് കഴിഞ്ഞതിന് ശേഷം ഇതിന് എല്ലാവരും വ്യാഖ്യാനങ്ങൾ കൊടുത്തിട്ടുള്ളൂ. അതിനകത്താണല്ലോ ഇത് ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് പലർക്കും പല രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് വാസ്തവങ്ങൾ. ഏതായാലും വളരെ നന്ദി. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ ഇന്നത്തെ ക്ലാസ് ആചാര്യൻ്റെ പാതാരവിന്ദങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ജയശങ്കര. ജയശങ്കര.
ശങ്കര